കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ ഞീഴൂരാണ്. നമ്മുടെ മരിയ ഇന്റീരിയേഴ്സ് വർക്കിന്റെ ഇന്നൊരു പുതിയ വർക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട് ആണ്. അപ്പോൾ നമ്മുടെ ഈ പെയിന്റിങ് വർക്ക് ഉൾപ്പെടെ എല്ലാം നമ്മുടെ ചേട്ടായി ചെയ്ത കേട്ടോ. കാർ ഷെഡിനുള്ള വർക്ക് ഇതെല്ലാം നമ്മൾ ചെയ്തതാണേ. ഇത് നമ്മുടെ വിസിറ്റിംഗ് റൂം ആണ്. ഇതൊക്കെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, എന്ത് വ്യൂ ആണ്. ശരിക്കും പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വ്യൂ ആണ്. ബൈബിള് അതുപോലെ രൂപങ്ങള് ഒക്കെ വെച്ചവർ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോക്കി TV നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ശരിക്കും പറഞ്ഞാൽ തടിയുടെ വർക്കാണ് നമുക്ക് തോന്നും, പക്ഷെ അല്ല, ഇത് അലുമിനിയത്തിന്റെ വർക്കാണ്. നമുക്ക് കണ്ടാൽ തടിയുടെ വർക്കെന്ന് നമുക്ക് തോന്നും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിനിടയ്ക്ക് ചെറിയൊരു സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ മേളില് ഫാനിന്റെ അടുത്ത് ഇതിന്റെ സീലിംഗ് വർക്കുകൾ, ബ്ലൈൻഡ്സ് ഉണ്ട് കേട്ടോ. കർട്ടന്റെ കാലമൊക്കെ പോയി കേട്ടോ. ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് ഈ ബ്ലൈൻഡ്സ് ഒക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാട്ടോ ഇത്. ഇനി നമ്മൾ ഡൈനിങ് റൂമിലേക്ക് പോവുകയാണേ. അതിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വോൾ പാനലിംഗ് ആണ്. അത് നമുക്കിത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് നമുക്ക് അടിപൊളിയാക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പർഗോള യൂണിറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഫ്ലവേഴ്സൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം കേട്ടോ. അവിടെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചത്തിന് വേണ്ടി നമുക്ക് ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ട്. കർട്ടന് പോലെ നമ്മുടെ ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡൈനിങ് റൂമിന്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിന് വിത്ത് മിറർ വർക്കോട് കൂടി കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളിപ്പോ എല്ലാം ടച്ചിന്റെ കാലഘട്ടമാണ്. ഇത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ കേട്ടോ, ടച്ച് ചെയ്യുമ്പോൾ അത് ഓൺ ആകും, ഓഫ് ആകും, അതിന്റെ കളർ നമുക്ക് മാറുകയും ചെയ്യും കേട്ടോ. കിച്ചണിലേക്കുള്ള എൻട്രി ആണ്. ഈ കിച്ചന്റെ ഡോറ് വർക്കൊക്കെ നമ്മുടെ ചേട്ടായി ചെയ്ത വർക്കുകളാണ്. അടിപൊളിയായിട്ടോ. ഇത് നമ്മുടെ കിച്ചണിലാണ് എത്തിയിരിക്കുന്നത്. ഇത് പാൻട്രി യൂണിറ്റ് ആണേ. ഇതിൽ വിത്ത് ട്രേ വിത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണേ. ഇത് നമുക്ക് എടുത്ത് നമുക്ക് വാഷ് ചെയ്യാം. അത് നമുക്ക് തിരിച്ച് ഇതിൽ തന്നെ വെക്കാനും പറ്റും കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ ട്രേയിൽ വെക്കാവുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് ഫിറ്റിങ്സോട് കൂടി കേട്ടോ. എനിക്ക് ലൈറ്റിന്റെ വർക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് നമ്മുടെ GTVT, അതായത് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് ഇവിടെ വെക്കാൻ വേണ്ടിയാണ്. അപ്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ ഒരു ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രേയിലേക്ക് വീണോളും. പിന്നെ നമുക്ക് ഈ ട്രേ എടുത്ത് വെള്ളം നമുക്ക് കളഞ്ഞ് തിരിച്ചതോടെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഷെൽഫുണ്ട്, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ ഇതിനുള്ളിൽ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബക്കറ്റ് രീതിയിലാണ്. നമുക്ക് എടുത്ത് ആവശ്യം നിറഞ്ഞു ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും കേട്ടോ. വാഷ് ബേസിന് നമുക്ക് പാത്രമൊക്കെ കഴുകാനായിട്ട് വാഷ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ഈ രീതിയിൽ നമുക്ക് ഏത് ആംഗിളിൽ വെച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചിമ്മിനി. ഇതില് ഈ സവോള അതുപോലുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി, ഉള്ളി സവോള ഒക്കെ ഐറ്റംസ് ഒക്കെ വെക്കാൻ ട്രേ ആയിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഉള്ള സ്ഥലം വേസ്റ്റ് ആകാതിരിക്കാനായിട്ട് നമ്മളതൊരു സ്റ്റോറേജ് യൂണിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്യാൻ വേണ്ടി അയൺ ടേബിള് ഫോൾഡിംഗ് ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഡോറിന്റെ വർക്കുകളൊക്കെ നമ്മുടെ ചേട്ടായി ചെയ്ത വർക്കുകളാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റൂമിൽ നമുക്ക് ഒരു
ഗ്ലാസ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ മേക്കപ്പ് പെൻസ് ഒക്കെ വെക്കാൻ വേണ്ടി. പിന്നെ അതിനൊരു സ്റ്റോറേജ് ഏരിയ. നോർമലി തന്നെ നമ്മുടെ അലമാര. കൂട്ടുകാരെ, അപ്പോൾ മരിയാസ് ഇന്റീരിയേഴ്സിന്റെ വർക്കൊക്കെ കണ്ടല്ലോ, അടിപൊളിയായിട്ട് ചേട്ടായി ചെയ്തു തരും കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചേട്ടായിയോട് പറഞ്ഞാൽ മതി. ചേട്ടായി ആ വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു തരും. മിതമായ നിരക്കിലാട്ടോ ചെയ്തു തരുള്ളൂ, എവിടെയും വന്ന് ചെയ്തു തരും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരന്മാർ താഴെ കൊടുത്ത നമ്പറിൽ ചേട്ടായി എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.